ഈ സമയത്ത് കടുത്ത ചൂടാണല്ലോ. ഈ ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. എപ്പോഴും ഈ പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം നമ്മളിത് തയ്യാറാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ദാഹം തോന്നുന്ന സമയത്ത് ഈ നാരങ്ങ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും. ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ട്. അപ്പോൾ തണുത്തത് കുടിച്ചു കഴിയുമ്പം ചൂടിനൊരു ശമനം കിട്ടും. അതിന് നമുക്ക് ഒരു നാരങ്ങ വെള്ളം തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടത് ഒരു 3 നാരങ്ങയുടെ നീരുണ്ട്. ഇത് ബേസിൽ സീഡ്സ് ആണ്, സബ്ജ സീഡ്സ് എന്നും പറയും. കുറച്ച് തണ്ണിമത്തൻ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സ്വല്പം കല്ലുപ്പ്, 3-4 പുതിനയുടെ ഇല, പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബ്ലെൻഡറിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. സ്പൂണിനൊരു 2.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാരയും മധുരവും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നീട് ഇഞ്ചി, സ്വല്പം കല്ലുപ്പിട്ട് എടുത്തു വെച്ചിരുന്നത്, പുതിനയുടെ ഇല, തണ്ണിമത്തൻ, നാരങ്ങാനീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സ്വല്പം വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളെ ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് അരിച്ചെടുക്കാം. ആ സമയം ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ സീഡ്സിൽ സ്വല്പം വെള്ളം ഒഴിച്ച് കുതിരുന്നതിനായിട്ട് നമുക്ക് വെക്കാം. അരിച്ചെടുക്കുന്ന സമയം കൊണ്ട് അത് കുതിർന്നു വരും. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മുടെ അരിച്ചു വെച്ച ജ്യൂസ് തയ്യാറായി. നമുക്കിനി ഇത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇതിന്റെ പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കണം. കുറച്ച് പുളിയോ ഉള്ളെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കണ്ട. പാകത്തിന് മധുരവും പുളിയും എല്ലാം ഉണ്ട്. 3 നാരങ്ങ ഉണ്ടെങ്കിലും തണ്ണിമത്തൻ ഇട്ടതുകൊണ്ട് അധികം പുളിയില്ല. എന്നാൽ സ്വല്പം വെള്ളവും കൂടി ചേർക്കണം. കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ബേസിൽ സീഡ്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടത്ത് ഒരുപാട് നല്ലതാണ്. നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് വളരെ പ്രയോജനമുള്ളതാണ് ഈ ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് ഐസ് പീസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ നാരങ്ങാ വെള്ളം തണ്ണിമത്തൻ ചേർത്ത് തയ്യാറായി. ഈ ചൂടുകാലത്ത് ചൂടിനെ തോൽപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പാനീയമാണ്. എല്ലാവരും ഉണ്ടാക്കി കുടിക്കണം. കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ചൂട് സമയത്ത് നമുക്ക് ദാഹം തോന്നുമ്പോൾ എടുത്ത് കുടിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമന്റ് ബോക്സിൽ എഴുതണം.